guys, welcome back to our channel. അപ്പോൾ നമ്മള് ഇന്നലത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കരുതുന്നു. പിന്നെ നിനക്ക് ഇന്നലെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തായിരുന്നല്ലോ? എനിക്ക് അമ്യൂസ്മെന്റ് പാർക്ക് കുറച്ചുകൂടി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ഈ ഹൈറ്റ് പ്രശ്നമായതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ വീഡിയോ കണ്ടെങ്കിൽ മനസ്സിലാവും, എനിക്ക് ഹൈറ്റ് ഭയങ്കര പ്രശ്നമാണ്. ഹൈറ്റ് പെട്ടെന്ന് താഴോട്ട് വരുമ്പോഴത്തേക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ അധികം റൈഡ്സിൽ കയറിയില്ല. ഗോ കാർട്ട് അങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു എന്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഇന്നലെ തോന്നിയത് ആക്ച്വലി ബീച്ചാണ്. നമ്മൾ അത്രയും ടയേർഡല്ല, ഭയങ്കര ചൂടായിരുന്നു. ടയേർഡായിട്ട് പെട്ടെന്ന് കൊണ്ട് അങ്ങോട്ട് ബീച്ചിലോട്ട് ജസ്റ്റ് കാല് വെച്ചതും ബോഡി ഫുൾ അങ്ങ് ഒരു റിഫ്രഷ് ആയി, ഭയങ്കര റിഫ്രഷ് ആയി. അതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം നമ്മൾ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നതുകൊണ്ട് ബീച്ച് ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം നമുക്ക് ബീച്ച് പ്ലാൻ ഇല്ലായിരുന്നു. ഞാൻ ആക്ച്വലി നമ്മൾ ആ ബോട്ടിൽ ഹൗസിൽ നിൽക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് വെറുതെ ഒന്ന് മാപ്പ് ഇട്ട് നോക്കിയതാണ്. നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കാരണം നമ്മൾ ആക്ച്വലി ഇട്ട് ലൊക്കേഷനോട്ടല്ല, നേരെ ബീച്ചിലോട്ട് തന്നെ ഈ ലൊക്കേഷൻ റീമാപ്പ് ചെയ്തു. നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ ജസ്റ്റ് ഗൂഗിൾ മാപ്സ് നോക്കി ഡ്രൈവ് ചെയ്ത് അവിടെ ചെന്ന് നിൽക്കുമ്പോഴാണ് ബീച്ചാണല്ലോ അഡ്വഞ്ചർ പാർക്ക് അല്ലല്ലോ നമ്മൾ കാണുന്നത്. എന്തായാലും അത് വേർത്ത് ഇറ്റ് ആയിരുന്നു, നല്ലതായിരുന്നു. പിന്നെന്തുണ്ട്, നമ്മൾ ഇന്നത്തെ വിശേഷം ഈ വീഡിയോയിൽ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും. മാക്സിമം കുഞ്ഞാക്കാനാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിന്റെ ക്യാപിറ്റലായ ഷാർലറ്റണിലാണ് നമ്മൾ പോകുന്നത്. അത് ചെറിയൊരു ടൗൺ അല്ലെങ്കിൽ സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം നമ്മൾ അതെ കുറച്ച് മോൾസിലും കാര്യങ്ങളും എല്ലാം പോയതിനു ശേഷം പിന്നെ നമ്മൾ എങ്ങനെയാ പോകും, നമ്മൾ ഈ ഐലൻഡ് ക്രോസ് ചെയ്യുന്നതെന്ന് ഫെറിയില്. ഓക്കെ, ആക്ച്വലി രണ്ട് മാർഗ്ഗം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. രണ്ട് മാർഗ്ഗമുണ്ട്. ഒന്ന് ബൈ റോഡ്, നമുക്ക് ബ്രിഡ്ജ്, കോൺഫെഡറേഷൻ ബ്രിഡ്ജ് വഴി നമുക്ക് പോയി വരാം. അതല്ല എങ്കിൽ ഫെറി യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് ബ്രിഡ്ജിൽ വന്നു, തിരിച്ച് നമ്മൾ ഫെറി പോകും. ഫെറി ത്രൂ പോയിട്ട് നമ്മൾ നോവസ്കോഷ്യയിൽ ഒരു ടെർമിനലുണ്ട്, അതുവഴി നമ്മൾ പിന്നെ ഡ്രൈവ് ചെയ്ത് ബാക്ക് ടു ബ്രിഡ്ജ് വാട്ടർ. അതാണ് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത്. അതിന് മുമ്പ് നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇന്നത്തെ വിശേഷം ബാക്കി കണ്ടിട്ട് വന്നല്ലോ. അതെ, കാര്യം കഴിഞ്ഞ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് ലെങ്തി ആയിട്ട് ഫീൽ ചെയ്തു. വെറുതെ നിങ്ങളെ ബോർ അടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോ ഷോർട്ട് ആയതിനാൽ രണ്ട് പാർട്ടാക്കി കുറച്ച് ഇതിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നലത്തെ വിശേഷങ്ങൾ, ബാക്കി വിശേഷങ്ങൾ കണ്ടിട്ട് പോരെ. ഷാർലറ്റ് കാഴ്ചകൾ നമുക്ക് അതിനുശേഷം കാണാം. അപ്പം ശരി, ബൈ. ആക്ച്വലി നമുക്കൊരു അബദ്ധം പറ്റി. സംഭവം പറഞ്ഞുതരാം. നമ്മൾ ബോട്ടിൽ ഹൗസിന്റെ അവിടെ നിന്ന് തിരിച്ചപ്പോഴത്തേക്ക് അമ്യൂസ്മെന്റ് പാർക്കിൽ പോകണം എന്ന് പറഞ്ഞാൽ മാപ്പ് ഇട്ടത്. പക്ഷേ കാരണം വെയിലൊക്കെ കാണാൻ നമ്മൾ വിചാരിച്ചു അല്ലെങ്കിൽ തന്നെ ഒരു കോലായി നമുക്ക് വരണ്ടെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ നെറ്റ്വർക്ക് ചെറുതായിട്ടൊന്ന് ഹാങ് ആയപ്പോഴത്തേക്കും നമ്മൾ ഈ അമ്യൂസ്മെന്റ് പാർക്കിന് മുന്നേ ഒരു തണ്ടർകോ ബീച്ച് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. എങ്ങനെയോ നെറ്റ്വർക്ക് വന്നപ്പോഴത്തേക്ക് മാപ്പ് റീകണക്ട് ചെയ്ത് നേരെ ബീച്ചിലോട്ട് വിട്ടു. നമ്മളത് ശ്രദ്ധിച്ചതില്ല. ഇപ്പം ഞങ്ങൾ ബീച്ചിലെത്തി. ആ ബീച്ചിലോട്ട് പോകാം. ഇനിയിപ്പം പോയതിനു ശേഷം പറഞ്ഞ വാക്ക് നമ്മൾ പാലിച്ചിരിക്കുന്നു ഗൈസ്. നമ്മൾ ബീച്ചിലെത്തി. അപ്പോൾ ഇനി നമ്മൾ ആക്ച്വലി ഭയങ്കര വെയിലായതുകൊണ്ട് ബീച്ചിൽ പോകണമെന്നൊക്കെ ഒരു പ്ലാൻ ഇരുന്ന, പക്ഷേ നമ്മുടെ എന്താ പറയാ വിധി ഞങ്ങൾ ബീച്ചിലെത്തിയിരിക്കുന്നത്. 15-20 മിനിറ്റ്സ് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് നേരെ നമ്മുടെ അമ്യൂസ്മെന്റ് പാർക്കിലോട്ട് പോകാം. റൈറ്റ്? ഓക്കെ, പോട്ടെ ഒറ്റപ്പോക്ക്. വീട് സൂപ്പറാണോ? ഞാനേ എന്റെ പിന്നെ എന്റെ ഡ്രസ്സ് മൊത്തം ചുവപ്പായെന്ന് തോന്നുന്നു. വൈറ്റ് ഷോർട്ട്സ് ആയതുകൊണ്ട് അങ്ങോട്ട് വേറെ ബീച്ച് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വേണമെങ്കിൽ അവിടെയും പോകാം. നാളെ നമുക്കൊന്ന് നോക്കാം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മോണുമെന്റ്സ് ഉണ്ടായിരുന്നു. അതിനെന്തോ ഒരു പേര് പറയും. ഞാനത് നോക്കിയിട്ട് ഞാൻ ഇതിൽ ഇത് ചെയ്തേക്കാം, പിൻ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങളായിട്ട് കടലിൻ്റെ തിര വന്ന് അടിച്ചടിച്ച്, അതിൻ്റെ ഫോട്ടോയിലൂടെ ഞാൻ അറ്റാച്ച് ചെയ്തേക്കാം. അപ്പോൾ അറിയാമല്ലോ, തിര വന്ന് അടിച്ചടിച്ച് ഉണ്ടായതാണ്. പക്ഷെ അത് ഒരു സ്റ്റോമിലേ എന്തോടോ അത്, എന്തോ മീൻ്റെ, അതെ കേട്ടാ, ഏതോ ഒരു സ്റ്റോമിൽ എടാ അത് ഒരു ഒറ്റ നിമിഷം കൊണ്ട് പൊളിഞ്ഞു പോടാ. അത് വെള്ളം അടിച്ച് കയറിയിട്ട് അത് ഭയങ്കര എത്ര വർഷങ്ങൾ അത് കാണാനായിട്ടാണ് തണ്ടകോ ബീച്ചിൽ ആൾക്കാർ വന്നുകൊണ്ടിരുന്നേ. എങ്ങോട്ടാ പോന്നേ? നമ്മള് ഇനിയെങ്കിലും അമ്യൂസ്മെന്റ് പാർക്കിൽ പൊളിയേ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പോയാലോ? നല്ല ചോട്ടിക്കോട്ടെ, മണ്ണൊക്കെ പോയാലോ? ഒരു പ്രാവശ്യം വഴി തെറ്റിയാലെന്താ, നമ്മൾ കറക്റ്റ് സമയത്ത് എത്തിയിരിക്കുന്നു. ഒരു ചെറിയൊരു സാൻഡ് സ്പിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്. നമ്മൾ അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് ടിക്കറ്റ് റേറ്റ്സ് ഒക്കെ നോക്കട്ടെ. അഡൾട്ട് ഒരാൾക്ക് $23 കേട്ടോ. അത്ര ഒരാൾക്ക് $23 ഉള്ളൂ. ഈവനിങ് ആകുമ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ. അത് നമുക്ക് എടുത്തിട്ട് നമുക്ക് അകത്ത് കയറാം. വാ നോക്കട്ടെ, വാ.
പെൺകുട്ടിനെ കൊണ്ടുവരണമായിരുന്നടാ. പാപ്പുവിനൊക്കെ ഇവിടെ കയറാനൊക്കെ അല്ലേ? ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെയൊക്കെ. നമ്മൾ ഈ സൈക്ലോൺ റോളർ കോസ്റ്റർ, ചെറിയ റോളർ കോസ്റ്റർ ഉണ്ട്. അപ്പോൾ ആ റോളർ കോസ്റ്റർ കയറാനായിട്ട് നമ്മൾ ആദ്യം പോകുന്നില്ലടോ. ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. നല്ല ക്യൂ ഉണ്ട്, നോക്കാം. വാ. ഞാനും അമ്മും റോളർ കോസ്റ്റർ കയറി. സത്യം പറഞ്ഞാൽ ഈ ഹൈറ്റ് വ്യത്യാസം വരുന്ന പരിപാടി എന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ അടുത്ത റൈഡിൽ കയറാനായിട്ട് അമ്മു ഇതേ പോയിട്ടുണ്ട്. അമ്മൂടെ വെയിറ്റ് ചെയ്യാം. അവിടെ വെയിറ്റ് ചെയ്തിരിക്കും അടുത്ത ആൾക്കാരെ ഇറക്കിയിട്ട് കയറാനായിട്ട്. ലെറ്റ്സ് സീ. എനിക്ക് ഈ ഹൈറ്റ് പറ്റില്ല, കാരണം നേരത്തെ റോളർ കോസ്റ്റർ കയറിയപ്പോൾ തന്നെ സീനായിരുന്നു. അത് കാരണം അമ്മു ഒറ്റയ്ക്ക് കയറിയിരിക്കുകയാണ് ഇവിടെ. പക്ഷേ പി എയിൽ നമ്മൾ ആക്ച്വലി തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട്. കാരണം നമുക്ക് ചെറിയൊരു ആക്ടിവിറ്റി, ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. ഒരാൾക്ക് $36 ഓവർ പ്രൈസ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല പി എയിൽ. അതുകൊണ്ട് ഓക്കെയാണ്. എങ്ങനെയാണോ മോനെ, ഇഷ്ടപ്പെട്ടോ കൊച്ചിനെ? അതിലൊന്നും കൂടെ കേറാടാ. നീ കയറിക്കോ. കേറിക്കോട്ടെ. ഇത് കയറിയിട്ട് കയറി കയറാം. ഇനിയിപ്പോൾ എങ്ങോട്ടാ പോന്നെ? ഇതിൽ കയറി 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 കയറി. അജു, സമയത്രേ? 9:20. 9:20. നമ്മളിത് ഗോ കാട്ടിങ്ങിനും കൂടെ പോയിട്ട് നേരെ യെസ് റെഡി. തോപ്പിക്കട്ടെ ഞാൻ, കരയോ? ഓക്കെ അജു, എവിടെ പോന്നടാ? നമ്മൾ പണ്ട് മോങ്ടണിൽ പോയപ്പോൾ കഴിച്ചിട്ടുണ്ട്. ആരാ പറഞ്ഞു? പറഞ്ഞ സ്പോട്ടാ. അപ്പോൾ അതൊന്നുകൂടെ ട്രൈ ചെയ്യാനായിട്ട് നമ്മൾ വ്യൂ ടൈൽസ് വരാം. 15 മിനിറ്റ്സ് ഉള്ളപ്പോൾ ക്ലോസ് ചെയ്യും. അതന്ന് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമല്ലേ. സോ നമ്മൾ ഒന്നും കൂടെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ ലെറ്റ്സ് ഗോ. സോ ഞാനൊരു ബ്രൗണിയും പറഞ്ഞ്, മീൻസ് ബ്രൗണി ഫ്ലേവറാണ് ഉദ്ദേശിച്ചത്. അർജുൻ എന്തേ? അജു വണ്ടീൻ്റെ ട്രങ്കിൽ ഓൾറെഡി സെറ്റായി. അജു ഹായ്. നല്ല ഇരുട്ട്. അജു ഇപ്പം ഏതാടാ പറഞ്ഞേ? വാവ്, ഇതാട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തേ. അതെ, കഴിക്കാം. ഓക്കെ അമ്മേ, ഇവിടെ വെയിൽ എങ്ങനെ ഉണ്ടാ? നല്ല കൊട്ടം വെയിൽ. അടിപൊളി വെയിലല്ലേ? നല്ല വെയിലടാ. പക്ഷെ ടൗൺ എങ്ങനെയുണ്ട്? എല്ലാം മറ്റേ കളർഫുൾ പഴയ ബിൽഡിങ്സ് ആ ടൈപ്പ് അല്ലേടോ? ഇഷ്ടപ്പെട്ടോ? ചൂട് പക്ഷേ നടന്നു തുടങ്ങിയതേ ഉള്ളൂ. 32 ഡിഗ്രീസ് ആണ് ഇന്നത്തെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നോക്കാം നമുക്ക്. സമയം ക്രോസ് ചെയ്യണ്ടേ? അതില്ല, അത് ഫ്ലാഷ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാർണിംഗ് തന്നേക്കാണ്. ജസ്റ്റ് ഒരു കുറച്ച് സെക്കൻഡ്സ് നമുക്ക് തന്നിട്ടുണ്ട് ഫ്ലാഷിങ്. സമയമായിട്ടില്ല, മനസ്സിലായോ? എനിക്ക് ഓട്ടോമൈൽ നമ്മൾ പോയപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു രീതിയില്ലേ. അതെ, അവിടെ ഫ്ലാഗ്സ് കണ്ടോ? എന്തോരം കാനഡയിൽ വന്നിട്ട് നിനക്ക് ഇന്ത്യ ഇവിടെ തിയേറ്റർ ആണോ? അത് കണ്ടോ? തിയേറ്റർ ഇൻ ദ സെൻസ് മറ്റേ മൂവി തിയേറ്റർ അല്ല, മറ്റേ ഡ്രാമ കോൺസേർട്സും പിന്നെ ഡ്രാമ തിയേറ്റേഴ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നടക്കുന്ന തിയേറ്റേഴ്സാണ്. കയറിക്കോ. കയറി. പാപ്പുവിന്റെ ചോക്ലേറ്റ്സ് വാങ്ങിക്കാനായിട്ട് നമ്മളിവിടെ ചോക്ലേറ്റ് ഷോപ്പിലിട്ട് കയറി. നമുക്ക് കാൻഡീസ് മേടിക്കാം. ഓക്കെ ഓൾറൈറ്റ്. യാ, എടാ അവർക്ക് ഈ ലോലിപോപ്പ് അങ്ങനത്തെ സാധനങ്ങളാണ് ഭയങ്കര ഇഷ്ടം. എവിടെ? ആക്ച്വലി നമ്മൾ അവിടെ വെച്ച് ഇത് മേടിച്ചു കൊടുക്കില്ല, പക്ഷെ നമ്മൾ പോകുമ്പോ മേടിക്കുന്നുണ്ട്. നമുക്ക് ഗമ്മീസ്, കാൻഡി ബാഗ്സ്. ഇതൊന്ന് മേടിക്കാം. ഒരു ചെറിയ ഒരെണ്ണം ഇപ്പൊ വാങ്ങിച്ചു, നമുക്ക് നടന്ന് കഴിക്കാം. എനിക്കൊരെണ്ണം വാങ്ങിച്ചു. എനിക്കിപ്പോ താല്പര്യമില്ലടോ. എനിക്കിഷ്ടമാണ് ഈ സാധനം. ഇതൊരെണ്ണം വാങ്ങിക്കാം. സോറ എങ്ങനെ അറിയാം നല്ലത്? ഷുഗർ കോട്ടഡാ വേണ്ട. എനിക്കത് ഇഷ്ടമല്ലോ. ഇഷ്ടമല്ല, എന്റെ ഫേവറേറ്റ്. എന്നാ നീ എടുത്തത്?
ഞാനൊരു ഷുഗർ കോട്ടർ ഒരെണ്ണം എടുക്കാം. നല്ലതായിരിക്കും വിചാരിക്കുന്നു. ഫ്രൈ. നോക്കട്ടെ. അജോ ഇപ്പൊ എവിടെയാ? നമ്മൾ സെയിന്റ് ഡൺസ്റ്റൺസ് ബസിലിക്ക എന്ന് പറയുന്ന ഒരു ഫേമസ് ഷാർലറ്റോണിലെ ചേർച്ചിന്റെ ഫ്രണ്ടിലാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മളിപ്പം സർവീസ് നടക്കുന്നുണ്ട്. സർവീസ് നടക്കുന്നത് കൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്കിപ്പോൾ കയറാൻ പറ്റില്ല. സോ നമ്മൾ അതിന്റെ ഉള്ളിൽ ആൾക്കാരുണ്ട്. അവിടെ ഈ സർവീസ് നടക്കുക. അപ്പോൾ അത് കാരണം ഇപ്പോൾ കയറാൻ പറ്റില്ല. പക്ഷെ നമുക്ക് താഴോട്ട് ഒരു ഹാർബർ ഉള്ള സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ബോർഡ് എടുത്ത് മാറ്റുവാണെങ്കിൽ നമുക്ക് എടുക്കണം. ഫുൾ ഒരു വ്യൂ കാണിക്കട്ടെ. ഓ എൻ്റെ മോനെ, അടിപൊളിയല്ലേ. വാവ്. പിന്നെ നമ്മൾ എങ്ങോട്ടാ പോന്നേ? ഇപ്പഴത്തോട്ട് കിടക്കടാ. വാട്ടർ ഫ്രണ്ടാ? ഓക്കെ. എടാ ഇവരൊക്കെ ഇറങ്ങുവാണോ അതോ? നോക്കാം, എന്തായാലും നമുക്ക് തിരിച്ചു വരുമ്പോ നോക്കാം അല്ലേ? ഇതാടാ വാട്ടർ ഫ്രണ്ട് ഇവിടുത്തെ. ഭയങ്കര മണം. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാല് കഫേ റെസ്റ്റോറന്റ്സ് എല്ലാം തന്നെ. ചിപ്പ് ഷാക്ക് ഉണ്ടോ? ഭയങ്കര സ്മെല്ല് അവിടെ നിന്ന് ഫുഡിന്റെ. നല്ല മണമുണ്ട്. നല്ല തിരക്കുണ്ട്. ഈവനിങ് ഫുൾ ലൈറ്റ് ഒക്കെ ഇട്ട് അടിപൊളി വൈബായിരിക്കും. ഇവിടെ വരേണ്ട ബെസ്റ്റ് ടൈം ഈവനിങ്. ഇതൊന്നും നല്ല തിരക്ക്. ഇപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് നടക്കാനും പറ്റുന്നുണ്ട്. ഭയങ്കര തിരക്കാ അവിടെ. അപ്പോൾ നമുക്ക് അവിടെ കുറേ ഷോപ്സും പിന്നെ കൗസിന്റെ ഐസ്ക്രീം ഉണ്ട് ഇവിടെ. ക്രീമറി ഇവിടെ കൗസോ കയറാം. വാ. പിന്നെ കുറേ ആൻറ്റിക് സാധനങ്ങൾ ഇരിക്കുന്ന കടകൾ അങ്ങനെ കുറേ ഉണ്ടോ ഇവിടെ. കഴിഞ്ഞ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് പോകടെ കുറേ നേരം ആയല്ലോ. വാ. അവളുടെ ഒരു പ്രതിമയും കുറേ നേരമായിട്ട് ശാരീരിക്കുക. എവിടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനോ? മതി. വാ. അല്ല ഞാൻ പോവാ. ഓക്കെ. എങ്ങനെ പൊന്നാ? കൊള്ളാടാ, അടിപൊളി. ഭയങ്കര രസമായിട്ട്. നമുക്ക് ആ ഷോപ്പിലൊന്ന് കയറുന്നത് നോട്ടിക്കൽ ഷോപ്പോ? അത് ഈ കടൽ റിലേറ്റഡ് ഉള്ള സാധനം. മുനിസിപ്പൽ ലൈറ്റ് ഹൗസും അങ്ങനെ അതായിരിക്കും തോന്നുന്നു. പേരിട്ട് അങ്ങനെ തോന്നുന്നത്. ചുമ്മാ നേരിട്ട് തരാം. വാ. അതെ. എടാ തള്ളണോടാ. തിരിച്ച് ഹാൻഡിൽ തിരിക്കാൻ ഒരു ഡോർ തുറക്കുന്നത് എങ്ങനെയാണ്? ഇതുവരെ നീ പഠിച്ചിട്ടില്ല ഇവിടെ വന്നിട്ട്. അവർ വീണ്ടും ഉച്ചയൂണിന് പോയി. എന്തോമോ പെൻസിലാണോ? എന്തോ ഇതിലെ അറിയില്ലടാ. ഈ ആൻസിൻ്റെ ഇതല്ലേ ഗ്രീൻ കേബിൾസ് ചോക്ലേറ്റ് നമ്മൾ വാങ്ങിയ. അപ്പോൾ അവരുടെ അത് എന്ത് രസമുണ്ട്. ഒത്തിരി കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് നമ്മുടെ. അതെ ലോബ്സ്റ്റർ. പക്ഷെ അന്ന് നേരത്തെ കണ്ട ആ ഒരു ലോബ്സ്റ്ററിൻ്റെ ഇത് ഇവിടെ ഇല്ല. ചെറുതൊന്ന് കയ്യിലെടുത്തിട്ട് അങ്ങനെ കണ്ണുണ്ട് ഇതിൻ്റെ. കിട്ടും. ഞങ്ങൾ രണ്ടുപേരും കണ്ണു ഇതേപോലെ ഉണ്ടോ? അടിപൊളി ലോബ്സ്റ്റർ കേട്ടോ. അത് മീശയൊക്കെയുള്ള ലോബ്സ്റ്ററാണ്. കണ്ണൊക്കെ ഉണ്ടോ? മാഗ്നറ്റ്സ് മേടിക്കാൻ മറ്റേ സാധനം നമ്മൾ മറ്റേ അടച്ചു വയ്ക്കുന്നത് അല്ലേ അമ്മു? പക്ഷെ അത് നല്ല ഇതുണ്ട്. കൊള്ളാം. അത് നമ്മൾ ഈ മരത്തിലൊക്കെ ഇരുന്നല്ലേ. ഡോർ നോക്ക് സാറോ? അത് ഡോർ നോക്കിയല്ലേ? സ്റ്റിൽ ആ ബോർഡ് അവിടെ ഉണ്ടടാ. പള്ളിയിൽ എൻട്രി ഇല്ല. ലെറ്റ്സ് ഗോ. ഓക്കെ. സംഭവം എന്താന്നോ, ഇപ്പൊ സമയം എത്ര? 12:30 ആയി. നമുക്കിനി ഫുഡ് കഴിക്കണം, മോളിൽ പോകണം. എറൗണ്ടിലേക്ക് എപ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് തിരിക്കണ്ടേ? എടാ അജു ഇങ്ങനെ നടക്കുമ്പോഴേ അജുവിന്റെ ബാക്ക് ഫുൾ കളർഫുൾ ഇടാ. ലൈക്ക് വയലറ്റ്, യെല്ലോ, ബ്ലൂ, ഓറഞ്ച്. എടാ നമുക്ക് 6:30ക്കാണ് ഫെറി. അപ്പോൾ 5:30ക്ക് റിപ്പോർട്ട് ചെയ്യണം അവിടെ. ഇവിടുന്ന് ഒരു 55 മിനിറ്റ്സ് ഉണ്ട്. അപ്പോൾ 4:30ക്ക് നമ്മൾ ഷാർലട്ടൺ ലീവ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഫുഡ് കഴിക്കണം, മോളിൽ പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫെറിയിലേക്ക് പോകും. ഓക്കെ. ജുവേ പിന്നെ വിചാരിച്ച പോലെ നടക്കാൻ പറ്റുന്നില്ലടാ. വിശപ്പിന്റെ വിളി വന്നു. അതിനെന്താ മക്കളെ, പഞ്ചാബി ബൈറ്റ്സ് 7 മിനിറ്റ് ഇവിടുന്ന് നടക്കാനുള്ള ദൂരം 7 മിനിറ്റ്. അന്ന് വാ. അപ്പൊ പഞ്ചാബി ബൈറ്റ്സിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കണ്ടു കിടക്കാം. എന്നിട്ട് കഴിച്ചിട്ട് നേരെ മുകളിൽ പോയാലോ? ആക്ച്വലി ഇത് ഒരു ദിവസം ഫുള്ള് നടന്ന് കാണാനുള്ള കാര്യങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നുന്നേ. കാര്യം വൈകിട്ട് വരണം. രാവിലെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട്. അതെ, നമ്മളിപ്പോ സമ്മർ തുടങ്ങി. ഇവിടെ സമ്മർ തുടങ്ങിയത് കൊണ്ട് ഇവിടെ ഭയങ്കര ചൂടാണ്. എന്റെ തൊപ്പി പോയി.
ഓക്കെ താ അജു നീ സ്പോട്ട് മാറ്റി പിടിച്ചല്ലേടാ കള്ള. കാരണം നമ്മളെ നടക്കാൻ കുറെ ഉണ്ട്, വണ്ടി എടുത്തിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്ത് പോകാനായിട്ട് കുറെ ഉണ്ട്. അപ്പൊ നമ്മൾ വെച്ച് ഇവിടെ തന്നെ നടന്നു പോകുന്ന വഴിക്ക് തന്നെ ടേസ്റ്റ് ഓഫ് ഇന്ത്യ, നമ്മുടെ രാജ്യം വിട്ടുള്ള നമുക്കൊരു കളിയില്ല. അത്രേ ഉള്ളൂ, അത് വേറൊന്നും കൊണ്ടല്ല. കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് സത്യം പറഞ്ഞാൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ആയിട്ടൊന്നും ഇല്ലല്ലേ. അപ്പം നമുക്ക് വേറെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പം ഇന്ത്യൻ ഫുഡ് കഴിക്കാനുള്ള ക്രേവിങ് ഇച്ചിരി കൂടുതലാണ്. അപ്പം നമ്മൾ വിചാരിച്ചു ടൗണിൽ തന്നെയുള്ള ടേസ്റ്റ് ഓഫ് ഇന്ത്യയിൽ കയറാമെന്ന്. കയറിയാം ചലിച്ചേ കയറാം ബാ. നല്ല രസമുണ്ട്. എടാ ഇവിടെ എന്തൊക്കെയോ മോളുണ്ട് കേട്ടോ അജു. ഓക്കെ ഓക്കെ വാ കയറാം ബാ. ഇനി ഡോറുണ്ട്, ഇനിയുണ്ട് ബാ. എന്താണ് നല്ല ചൂടത്തൊരു തണുത്ത ലസ്സിയും അല്ലേ? എന്തോ നീ പറഞ്ഞ അമ്മ കഴിക്കാൻ എന്തോ പറഞ്ഞേ? സമോസ ചാറ്റടാ. സമൂസ ചാറ്റം പിന്നെ അത്രേ ഉള്ളൂ. കാരണം ഇന്നലെ എന്താണോ നമ്മള് ഇവിടെ നിന്ന് ചോല ഭട്ടൂര ഇല്ലടാ, ഇവിടെ സാറ്റർഡേ സൺഡേ മാത്രമേ ഉള്ളൂ. അത് പഞ്ചാബി ബൈറ്റ്സിൽ ഇന്നില്ല. അവര് എന്നാ പറഞ്ഞത്? ഇന്ന് തേഴ്സ്ഡേ ആണല്ലോ, ഇന്ന് വെനസ്ഡേ. തേഴ്സ്ഡേ തൊട്ടുള്ളൂ, തേഴ്സ്ഡേ ടു സൺഡേ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞത് ചിക്കൻ ടിക്ക, അതും നാൻ, ഗാർലിക് നാൻ. സംഭവം തന്നെ ഇന്ന് നമ്മൾ മേടിച്ചിട്ട് ഭയങ്കര ഹെവി ആയിപ്പോയില്ലേ, നമുക്ക് കഴിച്ച് തീർക്കാൻ പറ്റിയില്ല. അപ്പം നമ്മളെല്ലാം കുറച്ചേ പറഞ്ഞുള്ളൂ. പക്ഷേ ഇത് കൊള്ളാട്ടാ, നല്ല തണുപ്പ്. അമ്മേ ആ കിടക്കുന്ന ലാൻഡ് ക്രൂസർ ഉണ്ടോ നീ? ഈ കിടക്കുന്ന ടൊയോട്ടയുടെ ബെഞ്ച് മാർക്ക് SUV ആയിരുന്നല്ലോ. എന്ത് നല്ലതായിരുന്നു അറിയുമ്പോൾ. 2023, 2024 വരെ ഒക്കെ ആയിരുന്നു, 2025 തൊട്ടാന്ന് തോന്നി ഇവർ മോഡൽ മാറ്റിയത്. മാസ് ലുക്കായിരുന്നു. പക്ഷെ അത് ഭയങ്കര കോമ്പാക്ട് SUV ആക്കണം. അവർ നശിപ്പിച്ച ആ മോഡലിനെ. ലാൻഡ് ക്രൂയിസർ എന്ന് പറയുന്നത് അവരുടെ ആക്ച്വലി ടൊയോട്ട എന്ന് പോലും പറയണ്ടായിരുന്നു. ലാൻഡ് ക്രൂയിസർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം. അപ്പം ആ ഒരു വണ്ടീനെ അവരുടെ സെയിൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഇതൊന്നും നമ്മളെ കയ്യിലല്ലല്ലോ. അല്ലെങ്കിൽ നല്ല പഴയ മോഡൽ തന്നെ പറഞ്ഞോണ്ട് വാങ്ങിക്കായിരുന്നു. എനിക്ക് തരാനുള്ള പൈസ തന്നാ അടുത്ത ഓണത്തിന് എവിടെ പാട്ട് പോലെ. ഓക്കെ ബൈ ബൈ. എടാ അജിപ്പ, ഇന്നലത്തെക്കാട്ടിലും ഒരുപാടുണ്ടല്ലോ ഇത്. ഓ ഭയങ്കര റെഡ് കളർ അല്ലേ? കഴിച്ചു നോക്കിയേ, കഴിച്ചോക്കടാ. അതെന്താ എൻ്റെ മുകളിലൊരു യെല്ലോ കളറ്? എങ്ങനെയുണ്ട് ടിക്ക? എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കിയേ. ഓ ഭയങ്കരം ബ്രെഡേ. എടുത്തു നോക്കടാ. ആ അങ്ങനെണ്ടാ? നല്ല സോഫ്റ്റ് ആട്ടോ. അതെ കൊള്ളാട്ടോ. എനിക്ക് ഓൾറെഡി കൊള്ളാമെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ചാറ്റ്സ് ഇഷ്ടമാണ്, അതുകൊണ്ട് സീനില്ല. ഇനി കഴിച്ചിട്ടാണ് അല്ലേ? ഓക്കെ അപ്പോൾ നമ്മൾ ഫുഡ് അടിച്ചതിന് ശേഷം ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ചൂട്. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഏറ്റവും സുഖമായിട്ട് വെയിലത്ത് നിൽക്കാൻ പറ്റുന്ന സ്ഥലം മുകളിലേക്ക് കയറി. ഇവിടെ ചുമ്മാ വായി നോക്കി നടക്കാമെന്നുള്ള പ്ലാനാണ് തൽക്കാലം. അല്ലേ അമ്മു? എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? ആ കുറച്ച് ഡെക്കോർ പോലെ എന്തെങ്കിലും ചെയ്യാനായിട്ടല്ലേ? അപ്പം എന്താ കുറച്ച് പ്ലേറ്റ്സ് അങ്ങനെ സാധനങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ അല്ലേ? അങ്ങനെ നമ്മൾ മോളിൽ നിന്ന് ഇറങ്ങി. എനിക്കൊരു ഷർട്ട് വാങ്ങി. അമ്മൂനൊന്നും ഇഷ്ടപ്പെട്ടില്ല, കാരണം അമ്മൊന്നും വാങ്ങിയില്ല. ഞാൻ ഷർട്ട് വാങ്ങി. നമ്മൾ എന്ത് മേടിക്കാനാ മോളിൽ കയറിയേ? പ്ലേറ്റ്സ് കിട്ടിയില്ല, പക്ഷെ ഞാൻ ഷർട്ട് വാങ്ങിച്ചു. വിഷയത്തിൽ നിന്ന് തന്നെ മാറി നമ്മൾ. ഇപ്പോൾ സമയം 3:30 നമ്മളിനി ഒരു സ്ഥലം കൂടെ ബാക്കിയുണ്ട്. ഇവിടെ ഒരു സ്പെഷ്യലായിട്ട് ഐസ്ക്രീം കിട്ടുന്നൊരു സംഭവമുണ്ട്. ഒരു ബ്രാൻഡാണ് ആക്ച്വലി, കൗസ് ക്രീമറി എന്ന് പറഞ്ഞിട്ട്. നമ്മളത് ആ വാട്ടർ ഫ്രണ്ടിൽ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെയും തിരക്കായിരിക്കും, പക്ഷെ എന്നാലും നമുക്ക് ഈ നമ്മുടെ ഈ PI ഉള്ളതിൽ ഏറ്റവും വലിയൊരു ഔട്ട്ലെറ്റാണ് ഇപ്പം നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് നമ്മൾ ഒരു 4:30 ആകുമ്പോൾ നമ്മൾ PI തന്നെ ആക്ച്വലി നമ്മളൊരു ഫെറിയിലേക്ക് പോകും. ഫെറി പോയിട്ട് ഒരു 1 hour മുന്നേ നമുക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം. ഫെറിയിലോട്ട് പോകുന്നു. അവിടെ നിന്ന് 6:30 ആകുമ്പോൾ നമ്മൾ നോസ്കോഷിലേക്ക് പോകുന്നു.
ഓക്കെ Let's go. പോവാം. ആ അപ്പൊ നമ്മൾ പോകുന്നതിന്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് അമ്മ പറഞ്ഞു ഏറോയ്ക്കൊന്നും വാങ്ങിച്ചില്ലല്ലോ. നമ്മൾ നമ്മൾ എല്ലാവർക്കും മേടിച്ചു. എല്ലാം വാങ്ങിച്ചു, ചേട്ടായിക്ക് മേടിച്ചു, പാപ്പുവിന് മേടിച്ചു, അജുവിന് മേടിച്ചു. എനിക്ക് മാത്രമൊന്നും മേടിച്ചില്ല. അതൊക്കെ വാങ്ങിച്ചില്ല. അപ്പൊ ഞാൻ എന്റെ ഏറത്തിന് എങ്ങനെ ഒന്നും ഏറോ വാങ്ങിക്കാനാണ് നമ്മൾ ഇവിടെ പെറ്റ് സ്പോട്ട് കണ്ടു. അപ്പൊ നേരെ ഇവിടെ ചവിട്ടി നമുക്ക് എന്തേലും പെട്ടെന്ന് ക്രോസ് ചെയ്യും. വല്ലതും മേടിക്കാം. ഓക്കെ സംതിങ് ഫ്രം ഹിയർ. അവൻ എന്തെങ്കിലും ട്രീറ്റ് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് നമുക്ക് നേരെ ഐസ്ക്രീം കഴിക്കാൻ പോകാം. ഫൈനലി നമ്മൾക്ക് എന്റെ പൊന്ന് അജുപ്പ, ഞാൻ മര്യാദക്ക് പറഞ്ഞ അപ്പുറത്തൊന്നും എല്ലാം മേടിക്കാന്ന്. ഇവിടെ ഇവിടെ എന്നോ തിരക്കടാ. ഭയങ്കര ബ്രാൻഡാണ് ഇവിടുത്തെ. 6 outlets ആണ്. പശുവിനെ മേടിക്കാൻ കിട്ടും. നമുക്ക് ഈ പശുവിനെ കൊണ്ട് വീട്ടിൽ വളർത്തിയാലോ? ഏത് പശുവിനെ? ഇവിടുന്ന് അവിടെ വലിയ പശു ഞാൻ കണ്ടു. അതുകൊണ്ടോ ആ കാറിനേക്കാളും ഞങ്ങൾ ആ കാറിനേക്കാളും വലിയൊരു പശു. ഇതിന്റെ ഇടയ്ക്ക് നമ്മള് വേറൊരു സ്ഥലത്തും കൂടെ പോയി, പക്ഷെ നമ്മള് വീഡിയോ എടുത്തില്ല. നമുക്ക് സങ്കടം വന്നിട്ടില്ലേ ജു? നമ്മൾ എവിടെയാടാ പോയേ? ഒരു അഡോപ്ഷൻ സെന്റർ ഉണ്ട് ഇവിടെ. നമ്മള് ഡോഗ്സിന് അയ്യോടാ അജു, ആ ഫസ്റ്റ് കൂട്ടി കിടന്നവൻ എങ്ങനെയുണ്ടോ? പക്ഷെ അവന് ഓൾമോസ്റ്റ് അഡോപ്റ്റ് ആയവൻ. ഓൺ ദ വേ ടു മൈ ഫോറെവർ ഹോം എന്ന് എഴുതി വെച്ചേക്കുന്നത്. പിന്നെ ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ളവന്മാരുണ്ട്. പിന്നെ നല്ല ക്വയറ്റ് ആയിട്ട് പ്രായമുള്ള അപ്പച്ചന്മാരുണ്ട്. ഓക്കെ ഫൈൻ. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ എത്തി. നമുക്കിനി പോയാലോ? ഓക്കെ, ഞാൻ എന്റെ ഷൂസ് ഒക്കെ ഊരിട്ടേക്കുന്നു, അതൊക്കെ എടുത്തിടട്ടെ. ഓക്കെ ലെറ്റ്സ് ഗോ. എടാ ഒരു കാര്യം പറഞ്ഞാ, എനിക്ക് മെസ്സേജ് വന്ന് ശരി ക്യാൻസലായി. വെറുതെ പറയുന്നല്ല, സത്യമായിട്ട് ക്യാൻസൽ ആയി പോയി. ഞാൻ ചാജു എന്നെ പറ്റിച്ചെന്ന്. ഇല്ല, ഇത് കാണിച്ചോ. Please be advised that 8:30 departure from Wood Islands is cancelled. 6:30 departure from Wood Islands is cancelled due to technical issues. Cancel ആവുന്ന അവസാനം അത് കേറിയിട്ട് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ പെട്ടുപോയത്. അപ്പൊ എന്തായാലും നമ്മള് ആ പ്ലാൻ, മൈ ഗോഡ്, അജുനെയും കണ്ണടേനെയും തമ്മിൽ കാണാനില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഇനി അവിടെ പോയിട്ട് നമുക്ക് കാണാം അല്ലേ? ഓക്കെ. ബ്രിഡ്ജ് വഴി തിരിച്ചു പോകുന്നു. എടാ എന്തൊക്കെയായിരുന്നു നമ്മളെ പ്ലാൻ? ഫുഡ് മേടിക്കുന്നു, ഫെറീന്റെ ഉള്ളിൽ കയറുന്നു, അതിന്റെ എന്നിട്ട് ട്രങ്ക് തുറന്നിട്ട് അതിലിരുന്ന് ഫുഡ് കഴിക്കുന്നു, നമ്മൾ കിടന്നുറങ്ങുന്നു 70 minutes. പവനായി ശവനായി. ഓക്കെ ഓൾറൈറ്റ്. അപ്പൊ എന്തായാലും ഉള്ളിലേക്ക് കയറാം. ഉള്ളൊരു പശുമയം. എടോ എന്തൊരു മണം. പോയാലോ? ഈ മണം എവിടുന്ന അറിയോ? ഒരു യൂസ് ചെയ്യുന്ന ഐസ്ക്രീമിന്റെ ഫ്ലേവറിന്റെ മണമായത്. ഓക്കെ 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 ഫൈൻ. ഇത് കണ്ടോളൂ, പശുക്കട മൊത്തം പശുവിന്റെ വോയിസ് കണ്ടോ? പശുമയം. അതെ, ജേഴ്സി പശു. ടീഷർട്സ് അല്ല ഈ ഹൗസിന്റെ ഈ ബ്രാൻഡിന്റെ. കണ്ടേ ഇവിടെ മണം രക്ഷയില്ല. സോ ഞാനൊരു മാംഗോ ഫ്ലേവർ മേടിച്ച. അജു ഏതാടാ മേടിച്ചേ? സ്ട്രോബെറി ചീസ് കേക്ക്. എങ്ങനെയുണ്ട് സംഭവം? ഓക്കെയാണ്, സംഭവം ഓക്കെയാണ്. പക്ഷേ വില കൂടുതലാണ്, ഭയങ്കര വില. എത്രയാ? $8. അത് വെച്ച് കൂടുതലാണ്. ആ വിലക്കുള്ള ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇത് മാക്സിമം ഒരു 3 അല്ലെങ്കിൽ 5 അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ ഞാൻ പൈസ കൊണ്ട് കൊടുക്കൂല. പോടാ. രുചി എങ്ങനെയുണ്ട്? രുചി ആവറേജ് കൊള്ളാം. ഇന്നുള്ളൂ ഇതിലെ മറ്റേ വാവ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. പിന്നെ എന്നതാ പരിപാടി? ഫെറി ക്യാൻസൽ ആയതുകൊണ്ട് നമ്മൾ ഫെറി പിടിക്കുന്നില്ല. ഇവിടെ നേരെ ഫ്യൂൽ അടിച്ചിട്ട് നേരെ ഇവിടുത്തെ 400 കിലോമീറ്റർ ഉണ്ട് തിരിച്ച് ബാക്ക് ടു ഹോം പോകുന്നു. സമയം 4:20. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് വിടും. ഓക്കെ. സോ ഫൈനലി നമ്മള് PI വിടുക അല്ലേ ജോ? എങ്ങനെ ഉണ്ടായിരുന്നടാ? അടിപൊളി. നമ്മൾ ഫെറി ഇല്ലാത്തതുകൊണ്ട് ബ്രിഡ്ജ് കയറാൻ പോകുന്നു. പക്ഷെ നമ്മൾ ടോൾ കൊടുക്കണം. $50, 25 സെന്റ് ആണ് കാണിച്ചത്. 25 സെന്റ് എന്തിന്റെ കണക്കടാ? ഓക്കെ. അപ്പൊ ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇനി നമ്മൾ പരിപാടിയായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇപ്പൊ നമ്മളെ എപ്പോഴാ ഒരു 9:15 കാണിക്കുന്നത്. സമയത്തിൽ നമ്മൾ എന്തെങ്കിലും ബ്രേക്ക് എടുക്കും. ഒരു 10 മണിക്ക് എത്തുന്നതായിരിക്കുന്നു വീട്ടിൽ രാത്രി. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ചെറിയ വ്ളോഗ്
എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.